നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 5-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 22-ാം തീയതി വ്യാഴാഴ്ച അത്തം നക്ഷത്രം. ഇന്ന് വ്യാഴാഴ്ച അത്തം നക്ഷത്രമാണ്. അപ്പോൾ ശുഭ ദിനം വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുവാരം. ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ 3/4 ഭാഗം ബലമേ ഉള്ളൂ ശുക്രന് പോലും. അപ്പോൾ ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം ഏതെന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ചയാണ്. അന്ന് ശുഭനക്ഷത്രവും കൂടി വരിക എന്ന് പറഞ്ഞാൽ ഇരട്ടി ഗുണത്തെ പ്രദാനം ചെയ്തു തരും. ശുഭദിനം, ശുഭനക്ഷത്രം. ഇപ്പോൾ ഇന്ന് അത്തം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. അത്തം നക്ഷത്രം ശുഭനക്ഷത്രത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമായ ദിവസമാണ്. വ്യാഴം ധനകാരകനാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. ഇടവ മാസത്തിലെ അത്തം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടായാലും ശരി അല്ലാതെ ആയാലും ശരി, ഏറ്റവും ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കിന്ന് ദൈവം തന്നിരിക്കണേ. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു വർഷത്തെ വിനിയോഗിക്കുക. വ്യാഴം ആയതുകൊണ്ട് ഏറ്റവും സാമ്പത്തിക പുരോഗതിയെ പ്രദാനം ചെയ്തു തരും. സാമ്പത്തിക പുരോഗതി എന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലിയെ കൊടുക്കും. അതുപോലെ ഊഹ കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഷെയർ മാർക്കറ്റിലാവട്ടെ, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ ബാങ്ക് ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, ഇവർക്കെല്ലാം വളരെ നല്ല ഒരു വർഷം ആയിരിക്കും പ്രദാനം ചെയ്യുക. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും മാറി നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന ധനങ്ങൾ വരെ നിങ്ങളിലേക്ക് വന്നു ചേരും. നമുക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ധനം വരെ നമുക്ക് തിരിച്ചു ലഭിക്കും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നമ്മളുടേത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബർത്ത്ഡേ നല്ല ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിനും മാറ്റി വയ്ക്കരുത്. ബർത്ത്ഡേ വരുന്നതും ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 1:57 രാഹുകാലം തുടങ്ങുകയുള്ളൂ. രാഹുകാല സമയം 3:30 വരെയുണ്ട്. ഇപ്പോൾ 3:30 വരെ രാഹുകാല സമയം. അപ്പോൾ രാഹുകാല സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും തിരഞ്ഞെടുക്കരുത്. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 9:15 തൊട്ട് 10:49 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 6 മണി മുതൽ 7:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:59 തൊട്ട് 12:47 വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതിൽ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. യെല്ലോ കളറോ യെല്ലോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.